മലമ്പുഴ ഡാമിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രി മാലിന്യ സംസ്കരണ യൂണിറ്റായ ഇമേജ് പ്രവർത്തിക്കുന്നത്. മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇമേജിന്റെ പുറകുവശത്തെ കാഴ്ചയാണിത്. ബലമില്ലാത്ത ഹോളോ ബ്രിക്സ് ചുവരിനും തുരുമ്പെടുക്കാറായ ഇരുമ്പ് കമ്പിക്കുമിടയിൽ ഒരു സുരക്ഷിതത്വമില്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ആശുപത്രി മാലിന്യം. ഒരു കാരണവശാലും പുറത്തേക്ക് വെള്ളമൊഴുക്കരുതെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കർശന നിർദ്ദേശമുള്ള ഇമേജിൽ നിന്ന് വെള്ളമൊഴുകി പുറത്തേക്കെത്തുന്നതും ഞങ്ങൾക്ക് കാണാനായി. രക്തം നിറച്ച കുപ്പികളും ഉപയോഗിച്ച സിറിഞ്ചുകളും ഒരു മടിയും കൂടാതെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. ഗായത്രിപ്പുഴയുടെ കൈവരിയായ കോരയാറിലൂടെ ഈ വെള്ളമെത്തുന്നതാകട്ടെ പാലക്കാട്ടുകാരുടെ പ്രധാന ജലസ്രോതസ്സായ മലമ്പുഴയിലേക്ക്. കേരളത്തിലെ 4000-ൽ പരം ആശുപത്രികളിലെ മാലിന്യമാണ് ഇമേജ് എന്ന സ്ഥാപനം ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത്. ഇവിടെ നിന്നാണ് മലമ്പുഴ ഡാമിലേക്ക് വെള്ളമൊഴുകി പോകുന്നത്. ഈ വെള്ളമാണ് പാലക്കാട് ജില്ലയിലെ മുഴുവൻ ആളുകളും കുടിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മുടെ ഭരണാധികാരികൾ തന്നെ. ഇമേജിന്റെ പുറകുവശത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്ന ഞങ്ങളെ തൊഴിലാളികളായ ഒരു സംഘമെത്തി തടയാനും ശ്രമം നടന്നു. ശക്തമായ അടിത്തറയോടുകൂടി ചുറ്റുമതിൽ കെട്ടി അതിനകത്ത് ചാൽ കീറി വെള്ളം പുറത്തേക്ക് വരുന്നത് ഇമേജ് തടയുന്നുണ്ടെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് ലഭിച്ച രേഖകളും വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതെല്ലാം തെറ്റാണെന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. മാരക പകർച്ചവ്യാധിയായ കോളറയടക്കം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ഇമേജിൽ കാര്യമായ പരിശോധനകൾ നടത്താൻ ആരോഗ്യവകുപ്പും ഇതുവരെ തയ്യാറായിട്ടില്ല. ക്യാമറമാൻ രതീഷൻ സിക്കൊപ്പം ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.